തൃശൂരിലെ 3 വർഷത്തിനിടെ 2 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയ സംഭവത്തിലെ പ്രതികളായ അനീഷയും ഭവിനും റിമാൻഡില്. 14 ദിവസത്തേക്കാണ് റിമാൻഡ് ചെയ്തത്. കുട്ടിയെ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണെന്നാണ് അനീഷ പോലീസ് നൽകിയ മൊഴി. ലാബ് ടെക്നീഷ്യന് കോഴ്സ് പഠിച്ചപ്പോൾ ലഭിച്ച അറിവുകളും അനീഷ് ഇക്കാര്യത്തിൽ സഹായകരമായി. 2 തവണ ഗർഭിണിയായപ്പോഴും ഗർഭാവസ്ഥ മറ്റുള്ളവരിൽ നിന്നും മറച്ചു പിടിക്കാൻ ഇറുക്കിയ വസ്ത്രങ്ങൾ ഒഴിവാക്കി വയറില് തുണികെട്ടിയെന്നാണ് അനീഷ പോലീസിന് നൽകിയ വിവരം. കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതിന് മുൻപായി ചിത്രങ്ങളും ദൃശ്യങ്ങളും ഫോണിൽ ചിത്രീകരിച്ചിരുന്നതായും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനം മറ്റന്നാൾ മുതൽ. ജൂലൈ 2-3 തീയതികളിലായി ഗാനയിലാണ് ആദ്യ സന്ദർശനം. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ഗാനയിലെത്തുന്നത്. പിന്നാലെ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയിൽ മോദി എത്തും. 26 വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ സന്ദർശനമാണിത്. തുടർന്ന് ഈ മാസം 6-7 തീയതികളിൽ ബ്രസീലിലെ റിയോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. പിന്നാലെ ഈ മാസം 9-ന് മോദി നമീബിയയിലേക്ക് പോകും. സന്ദർശനത്തിൽ പ്രധാനപ്പെട്ട ധാരണാപത്രങ്ങൾ പ്രധാനമന്ത്രി ഒപ്പുവെക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. യൂത്ത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രമേയത്തില് കോൺഗ്രസ് നേതൃത്വത്തിന് അതിരൂക്ഷ വിമർശനം. മതസാമുദായിക സംഘടനകളോട് വിധേയത്വം പുലർത്തുന്ന കോൺഗ്രസിന്റെ സമീപനം അപകടകരമെന്നാണ് വിമർശനം. ജവഹർലാൽ നെഹ്റുവിന്റെ ആശയങ്ങളില് ചില നേതാക്കള് വെള്ളം ചേർക്കുന്നുവെന്നും വിട്ടുവീഴ്ചയില്ലാത്ത മതേതരത്വമാണ് വേണ്ടതെന്നും രാഷ്ട്രീയ പ്രമേയത്തില് പറയുന്നു. സംസ്ഥാന പഠന ക്യാമ്പിലെ പ്രമേയത്തിലാണ് വിമർശനം. JSK എന്ന സിനിമയുടെ പേര് മാറ്റവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വലിയ ചർച്ചയാകുന്നതിനിടെ സെൻസർ ബോർഡിനെ പരിഹസിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തന്റെ പേര് ശിവൻകുട്ടിയാണെന്നും സെൻസർ ബോർഡ് എങ്ങാനും ഈ വഴി വരുമോ എന്നുമാണ് പരിഹാസരൂപേണ മന്ത്രി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അനധികൃതമായി മൃഗങ്ങളുടെ കള്ളക്കടത്ത്. ബാങ്കോക്കിൽ നിന്നെത്തിയ 2 വിമാനയാത്രക്കാരാണ് നെടുമ്പാശ്ശേരിയിൽ കസ്റ്റംസിന്റെ പിടിയിലായത്. 2 പോക്കറ്റ് മങ്കികളെയും മക്കാവും തത്തയെയുമാണ് ലഗേജിൽ ഒളിപ്പിച്ചു കടത്തിയത്. പോക്കറ്റ് മങ്കി എന്നറിയപ്പെടുന്ന മാർമോസറ്റ് കുരങ്ങുകൾക്ക് വില 3 ലക്ഷത്തിലേറെയാണ്. സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തെ ചൊല്ലി തെലങ്കാന BJPയില് പൊട്ടിത്തെറി. സംസ്ഥാന അധ്യക്ഷനായി രാമചന്ദ്ര റാവുവിനെ പരിഗണിക്കുന്നതിനിടയിൽ പ്രമുഖ നേതാവും ഗോഷാമഹൽ MLAയുമായ ടി രാജ സിംഗ് പാർട്ടി വിട്ടു. BJP പ്രവർത്തകരെ പാർട്ടി വഞ്ചിക്കുകയാണ് എന്ന് ആരോപിച്ചാണ് രാജി. തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത് ഷായും ഇടപെട്ട് പുനഃപരിശോധിക്കണമെന്ന് രാജിക്കത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരം. ആന്തരികാവയവങ്ങളുടെ പ്രവർത്തനം കാര്യക്ഷമമല്ലെന്നാണ് സർക്കാർ നിയോഗിച്ച തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ സംഘത്തിന്റെ വിലയിരുത്തൽ. രക്തസമ്മർദ്ദവും വൃക്കകളുടെ പ്രവർത്തനവും സാധാരണ നിലയിലല്ല. വിദഗ്ധ സംഘത്തിന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്ത് ഡയാലിസിസ് പുനരാരംഭിച്ചിട്ടുണ്ട്. എന്നാൽ VS മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. നിലവിൽ നൽകുന്ന ചികിത്സയും വെന്റിലേറ്റർ സപ്പോർട്ടും തുടരാനാണ് വിദഗ്ധ സംഘത്തിന്റെയും നിർദ്ദേശം. കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെയാണ് കടുത്ത ഹൃദയാഘാതത്തെ തുടർന്ന് VSനെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക് ZPO ന്യൂസ്.